ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കുകയാണ്. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഈ ചക്രത്തിൽ ഈ വർഷമുണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെ ബാധിക്കും എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മിഥുനക്കൂറിലെ ഏറ്റവും പ്രബലമായ രാഹുവിൻ്റെ സ്വന്തം നക്ഷത്രമായ തിരുവാതിര നക്ഷത്രക്കാരുടെ 1202 വിശദമായ പ്രവചനമാണ്. ഒപ്പം ഈ വർഷത്തെ നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, അതുപോലെ കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെയിരിക്കുമെന്നും ദോഷങ്ങളൊക്കെ അകറ്റാൻ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് നിങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിയന്ത്രിക്കുന്നത്. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവമായ കർക്കടകത്തിലാണ് ഉച്ചസ്ഥിതിയിൽ. അതിനുശേഷം 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. വീണ്ടും വക്രഗതിയിൽ 2027 ജൂൺ 25 വരെ കർക്കടകത്തിലേക്കും തുടർന്ന് വീണ്ടും നേർരേഖയിൽ ചിങ്ങത്തിലേക്കും സഞ്ചരിക്കുന്നു. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 10ാം ഭാവമായ മീനൻ രാശിയിലാണ്. അതിനുശേഷം 11ാം ഭാവമായ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് നിങ്ങളുടെ 8ാം ഭാവമായ മകരത്തിലേക്കും കേതു കർക്കടകത്തിലേക്കും 2ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ഈ വലിയ ഗ്രഹമാറ്റങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായി തൊഴിൽ, ബിസിനസ് മേഖലകളെക്കുറിച്ച് ചിന്തിക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ്. ഒക്ടോബർ 31 വരെ 2ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനമൊക്കെ ഉള്ളതിനാൽ തൊഴിലിൽ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകും. 10ാം ഭാവത്തിലെ ശനി കഠിനാധ്വാനമൊക്കെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെടുമെങ്കിലും ഒക്ടോബർ വരെയുള്ള സമയം പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ഒരു യോഗമുണ്ട്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ഒക്ടോബറിന് ശേഷം സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വലിപ്പച്ചെറുപ്പമൊക്കെ നോക്കാതെ പെരുമാറേണ്ടതുമാണ്. ഈ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സിലെ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ 2026 ഒക്ടോബർ വരെയുള്ള സമയം വളരെ മികച്ചതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. 2026 ഡിസംബർ 5 രാഹു 8ാം ഭാവത്തിലേക്കൊക്കെ മാറും. അങ്ങനെ മാറുമ്പോൾ ബിസിനസ്സിൽ പെട്ടെന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ വഞ്ചനകളിലൊക്കെ പെടാതെയും സൂക്ഷിക്കണം. ജൂണിന് ശേഷം 2027 ജൂണിന് ശേഷം ശനി മേടത്തിലേക്കൊക്കെ മാറുന്നതോടെ തൊഴിൽ രംഗത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും മാറുകയും നല്ല രീതിയിലുള്ള ഒരു വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 1202 തുടക്കം ധനപരമായിട്ട് മികച്ചതായിരിക്കും. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളിലേക്ക് ധനാഗമനം ഒക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. പഴയ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ വിചാരിക്കാത്ത വഴിയിലൂടെയൊക്കെ പെട്ടെന്നുള്ള ധനലാഭം ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി, വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഒത്തുവരുന്നതാണ്. എന്നാൽ 2026 ഡിസംബറിന് ശേഷം രാഹു 8ലും കേതു 2ലുമൊക്കെ എത്തുന്നതോടെ സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം അനിവാര്യമാണ്. വരവിനേക്കാളൊക്കെ കൂടുതൽ ചിലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ വലിയ തുകകൾ കടം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്ത് പണം വളരെ കുറച്ച് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇനി കുടുംബജീവിതവും പ്രണയവും ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. വിവാഹമൊക്കെ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒക്ടോബർ 31 വരെയുള്ള സമയത്ത്
അനുയോജ്യമായ പങ്കാളിയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ദമ്പതികൾക്കിടയിലെ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് അതിനുള്ള യോഗവും ഈ വർഷം കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പഴയ അകൽച്ചകളൊക്കെ മാറി ഒന്നിച്ച് സന്തോഷത്തോടെ പോകാൻ കഴിയുന്നതാണ്. എന്നാൽ ഡിസംബറിൽ കേതു 2-ാം ഭാവത്തിലേക്ക് വരുന്നത് കുടുംബത്തിലെ ചെറിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കൊക്കെ കാരണമായേക്കാം. വാക്കാണ് നിങ്ങളുടെ പ്രധാന ആയുധം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുമുണ്ട്. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ, തിരുവാതിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയൊക്കെ ഉള്ളതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വിസയും മറ്റ് രേഖകളുമൊക്കെ എളുപ്പത്തിൽ ശരിയായി കിട്ടുന്നതുമാണ്. ഡിസംബർ മാസത്തിന് ശേഷം അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പഠനത്തിലുള്ള ഒരു ശ്രദ്ധയൊക്കെ മാറി പോകാനും സാധ്യതയുണ്ട്. ഡിസംബർ മാസത്തിന് ശേഷം കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കഠിനാധ്വാനമൊക്കെ ചെയ്താൽ നല്ല രീതിയിലുള്ള വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. വർഷത്തിൻ്റെ തുടക്കത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും 2026 ഡിസംബർ 5-ന് ശേഷം രാഹു 8-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വേഗതയൊക്കെ കുറയ്ക്കുക. കണ്ണ്, അതുപോലെ വയറ്, എല്ലുകൾ എന്നിവയായിട്ടൊക്കെ ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു വർഷം മുഴുവൻ ഗ്രഹസ്ഥിതികളൊക്കെ നമുക്ക് അനുകൂലമായി മാറണമെങ്കിൽ ഗ്രഹദോഷങ്ങളൊക്കെ അതുണ്ട്. രാഹു 8-ലും കേതു 2-ലും ഒക്കെ വരുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ മാറാൻ തിരുവാതിര നക്ഷത്രക്കാർ ഇനി പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ ശിവനാണ്. അതിനാൽ തിങ്കളാഴ്ചകളിലോ അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര, കൂവളമാല എന്നിവ വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജപിക്കുക. രാഹുവിൻ്റെ ദോഷമൊക്കെ മാറാൻ ശനിയാഴ്ചകളിൽ നാഗരാജാവിന് 100 പാലും ഒക്കെ സമർപ്പിക്കുക. കേതുദോഷ പരിഹാരത്തിനായി ദിവസവും ഗണപതിയെ ഭജിക്കുക. പക്കപ്പുറനാൾ തോറും ഗണപതി ഹോമം കഴിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ വ്യാഴത്തിൻ്റെ ഗുണമൊക്കെ നിലനിർത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ചെറിയ ചില മുൻകരുതലുകൾ ഒക്കെ എടുത്താൽ 1202-ാം ആണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങളുടെ ഒരു വർഷമായി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ പ്രവചനം പൊതുവായ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം കൂടി നോക്കി കൃത്യമായ ഫലങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.